പിന്നെ എന്തിനാ ഈ വീഡിയോ ഉണ്ട് അങ്ങനെയൊന്നുമില്ല, ഒരു എൻ്റർടൈൻമെൻറ്റ്. ദിസ് ഇസ് മൈ എൻ്റർടൈൻമെൻറ്റ്. ഞാൻ ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ സോപ്പൂച്ചിലാട്ടോ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ റൂമാണ്. ഒരാവശ്യത്തിന് വന്നതാണ്. ഒരു വീടല്ല, ഞാൻ പെട്ടെന്ന് ഈ വീടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ കേട്ടോ, പഴയ വീടാണ് ഇത്. നമ്മളെ കുതിര വണ്ടി ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഈ ചുമരും കല്ല് നോക്കിയാൽ മതി. ഞാൻ കാണിച്ചതിന് ഉദ്ദേശിച്ചാൽ ഈ കല്ലൊക്കെ കേട്ടോ, മാൾട്ടൻ്റെ കല്ലൊക്കെ അങ്ങനത്തെ ഒരു പ്രത്യേക തരം കല്ലാണ്. ഇതേപോലെ കളറുമാണ് ആ കല്ലിന്. മേലെ കണ്ടോ, കണ്ടു. ഇത് മരമാണോ സിമെൻ്റാണോ അറിയില്ല. സെൻറ്ററിൽ ഇതാ പഴയൊരു ആ വിളക്ക്. എന്ത് രസം. പുതിയൊരു അല്ല പഴയൊരു ഫ്ലവർ. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, സുഖമാണ് വിചാരിക്കുന്നത്. കടന്നിട്ടോ പോരാ. ഇത് കണ്ടോ, ഇത്ര ഉയരമുള്ളൂ ആണോ. ചെറിയ ഇവിടെ തണുപ്പൊക്കെ ഉണ്ടേ. പണ്ടുള്ളൊരു വീട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു ചെറിയ വീടുകളാണ്. ഇവിടെ ഒരു ഇരിക്കാനുള്ള സെറ്റപ്പ്. എന്താ രസമല്ലേ. പിന്നെ എന്താണ് അവിടുത്തെ വിശേഷങ്ങളെന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, മാൾട്ടയിൽ ഇഷ്ടംപോലെ മലയാളികൾ വരുന്നുണ്ട്. ഇഷ്ടംപോലെ മലയാളികളുണ്ട്. ഈ വ്ളോഗും വീഡിയോ ഒക്കെ ഇടുന്നവർ ഇഷ്ടംപോലെ ഇപ്പോൾ പുതിയത് വന്നിട്ടുണ്ട്. പക്ഷേ ഇൻഫർമേഷൻ പറഞ്ഞ കുറവാണെന്ന് എനിക്ക് മനസ്സിലായത്. ഡിലേ ആണ്. പെട്ടെന്ന് നാട്ടിൽ നിന്ന് ഇപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് സബ്മിഷൻ കഴിഞ്ഞ് തേർഡ് പാർട്ടി കയറി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് ഭയങ്കര ഡിലേ ആണ്. 3-4 മാസമായിട്ട് വെയിറ്റ് ചെയ്യുന്നവരൊക്കെ നാട്ടിലുണ്ട്, ഇവിടെയുണ്ട്. എന്താ പറയുക, ജോബ് മാറ്റിയവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ ചൊറകളൊക്കെ ഉള്ളത് ഇപ്പോഴും നടന്നുകൊടുക്കുന്നുണ്ട്. എന്തായാലും ബുദ്ധിമുട്ട് നല്ലോണം. മാൾട്ടൻ്റെ കേസിൽ പേപ്പർ വെക്കുമ്പോൾ നടന്ന് കിട്ടുക, വിസ കിട്ടുക, ഇവിടെ കയറി വരിക, ജോലിക്ക് കയറുക എന്നൊക്കെ പറയുന്നത് അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ വ്യൂവും അതേപോലെ തന്നെ ലൈക്കും കമൻറ്റൊക്കെ വരുത്തുന്നത്. എൻ്റെ കമൻറ്റ് ഒന്ന് ഇട്ടാൽ, എന്തെങ്കിലും ഇട്ടാൽ ഇത് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് ഇങ്ങനെ ഓട്ടോമാറ്റിക് പോവും. അപ്പം ഓരോ ലൈക്കും കമൻറ്റ് കുറയുമ്പോൾ നമ്മൾ വ്യൂ ഡൗൺ ആവുകയാണെന്നാണ് സത്യം. നമ്മൾ ചിലപ്പം നെഗറ്റീവ് കമൻറ്റ് വരെ ഇട്ടാൽ പോലും നമ്മളെ വീഡിയോ കത്തിക്കയറും. സോ കമൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും വരാം കേട്ടോ, ഫോളോ ചെയ്ത് കൂടി.